ക്രിപ്റ്റോ കറൻസികളെല്ലാം ബിറ്റ്കോയിൻ എന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് പോലെയാണ്. ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 51 ബ്ലോക്കുകൾ ഒരു പക്ഷേ ഹാക്ക് ചെയ്യേണ്ടി വരും. അത് ഇമ്പോസിബിളാണ്. നമസ്കാരം. ഔ ടി വി 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ടെറൻസ് ആണ്. ടെറൻസിന് അതിഥിയായി കൊണ്ടുവരാനുള്ള ഒരു കാരണം, ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്, ഈ പറയുന്ന എനിക്കും ഉണ്ട്. അപ്പം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അതിനുവേണ്ടിയാണ് ടെറൻസിനെ അതിഥിയായി ഔ ടി വി കൊണ്ടുവന്നേക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് അറിയില്ല, പിന്നെ ക്രിപ്റ്റോ കറൻസി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര വാല്യൂ ആണ് എന്നൊക്കെ, അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നു. ശരിക്കും എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും രണ്ട് സബ്ജക്റ്റുകളാണ്. ഇതിനെ ഒരു സമർത്ഥമായിട്ട് സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കറൻസി സംവിധാനം കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം മുതൽ അല്പം പറയേണ്ടി വരും. അതായത് 1991 ബ്ലോക്ക് ചെയിൻ കണ്ടുപിടിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വിശാലമായ ലോകത്ത് ധാരാളം ടെക്നോളജികളുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് പറയും, ബിഗ് ഡാറ്റ എന്ന് പറയും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലൊരു ടെക്നോളജി തന്നെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇതൊരിക്കലും ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് വസ്തുതകളെ അല്ലെങ്കിൽ ഡേറ്റാസിനെ സുരക്ഷിതമായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ആരാലും ഹാക്ക് ചെയ്യപ്പെടാതെ അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു ടെക്നോളജിയാണ്. അതിന് ബ്ലോക്ക് ചെയിൻ ഫൗണ്ടേഷൻ ഉണ്ട്. 1991 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഏക കറൻസി എന്ന് പറയുന്നൊരു ആശയം അന്നത്തെ സാമ്പത്തിക ജേർണലുകളിലൊക്കെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ഒരു കൂട്ടം ടെക്നോളജിസ്റ്റുകൾ പ്രാവർത്തികമാക്കിയ ഒരു കറൻസി സംവിധാനമാണ് ക്രിപ്റ്റോ കറൻസി. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. അത് 2008 ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി, പയനീർ കറൻസി ആയിട്ടുള്ള BTC അല്ലെങ്കിൽ ബിറ്റ് കോയിൻ വന്നിട്ടുള്ളത്. പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ബിറ്റ് കോയിൻ എന്നാണ് എല്ലാത്തിനെയും പറയുന്നത്. പക്ഷേ അത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയതുകൊണ്ട് ക്രിപ്റ്റോ കറൻസികളെല്ലാം ബിറ്റ് കോയിൻ എന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് പോലെയാണ്. അതാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഞാനൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. വളരെ വിശാലമായൊരു പഠനമൊന്നും ഇപ്പം ഉദ്ദേശിക്കുന്നില്ല, ചെറുതായിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ടെക്നോളജിയിൽ ഓരോ ബ്ലോക്കുകളിലാണ് ഇൻഫർമേഷൻസ് ഫീഡ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഒരു നിശ്ചിത സമയപരിധിയിൽ പുതിയ ബ്ലോക്കുകളായിട്ടാണ് വരുന്നത്. ഇപ്പം ഒരു ബ്ലോക്ക് വന്നു, അടുത്ത ബ്ലോക്ക് വരുമ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെയിൻ പോലെ ഉണ്ട്. അപ്പോൾ അതിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ബ്ലോക്ക് വരുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ പുതിയ ഇൻഫർമേഷനാണല്ലോ ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ ബ്ലോക്ക് ചെയിനിൽ ആദ്യത്തെ ബ്ലോക്ക് ചെയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഉണ്ടാവും. മൂന്നാമത്തെ ബ്ലോക്ക് ചെയിൻ വരുമ്പം 1, 2 ഉള്ളതുണ്ടാവും, പുതിയതും ഉണ്ടാവും. നാലാമത്തേതിൽ വരുമ്പോൾ 1, 2, 3 പ്ലസ് പുതിയത്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയിനെ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 51 ബ്ലോക്കുകൾ ഒരു പക്ഷേ ഹാക്ക് ചെയ്യേണ്ടി വരും. അത് ഇമ്പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണ്ടുപിടിച്ച ആൾക്കാർ പറയുന്നത്, ആരെങ്കിലും ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ലോകത്തിൻ്റെ പകുതി സ്വത്ത് അവർക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു അവകാശവാദമുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സീറോ കറപ്ഷനാണ് ബ്ലോക്ക് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സാറിൻ്റെ വീട് നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ തന്നിരിക്കുന്ന ഒരു ID കാർഡിൽ സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സാർ മനസ്സിലാക്കുകയാണ് സാറിൻ്റെ രേഖകൾ പ്രകാരം SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് പ്രകാരം വേറെയാണ് ഒറിജിനൽ. പക്ഷേ അവരുടെ തെറ്റായി കിടക്കുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ സാർ വിചാരിക്കണം ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ സമീപിക്കുകയാണ്. അപ്പോൾ അവിടെ ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു, സൂപ്രണ്ടിൻ്റെ അടുത്തെത്തി, അദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹം സൈൻ ചെയ്യുന്നു, നേരെ IT ഡിപ്പാർട്ട്മെൻറ്റ് വിടുന്നു. അപ്പോൾ ആ കോർപ്പറേഷൻ ഒരു പക്ഷേ ബ്ലോക്ക് ചെയിൻ അല്ല സാധാരണ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് ചേഞ്ച് ചെയ്യുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പം മുമ്പുള്ള നേരത്തെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ബ്ലോക്ക് ചെയിനിൽ അങ്ങനെയല്ല. ബ്ലോക്ക് ചെയിൻ സോഫ്റ്റ്വെയറാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് വരെ ഇതായിരുന്നു, ഇന്നു മുതൽ ഇതാണ്, പുതിയതാണ്. അപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനൊരു പ്രവൃത്തി അവിടെ ഒരു അഡീഷൻ അവിടെ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഡീഷൻ ചെയ്തെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. സോ അതുകൊണ്ടാണ് സീറോ കറപ്ഷൻ എന്ന് പറയുന്നത്.
ഈ ക്രിപ്റ്റോ കറൻസി ഈ 2008 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ശരിക്കും ഇപ്പോ പലരും പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒരു കറൻസി ഉണ്ടെങ്കിൽ തന്നെ മതി, എന്റെ ലൈഫ് സേഫ് ആണെന്ന്. ഇത് 2008 വരുമ്പോൾ എന്തായിരുന്നു ഇതിന്റെ ഒരു വാല്യൂ? 2008 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. ആർക്കും ഒരു ഭ്രാന്തമായ ഒരു ആശയമായിട്ടാണ് സമൂഹം ഇതിനെ കണ്ടത്. പക്ഷേ 2010 മുതലൊക്കെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേര് സ്വന്തമാക്കി, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് സ്വന്തമാക്കി. പക്ഷെ പിന്നീട് ഈ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇതൊരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇത് വർദ്ധിച്ചു വന്ന സമയത്ത് പതുക്കെ വാല്യൂ വരാൻ തുടങ്ങി. അന്നൊക്കെ ഒരു 100 രൂപ കൊടുത്താൽ മേ ബി 10 ബിറ്റ്കോയിനെ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് പിന്നീട് അതിൻ്റെ വാല്യൂ കൂടി വന്നു. അതിപ്പോൾ ഏകദേശം ഒരു ബിറ്റ്കോയിന് 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. 1,15,000 ഡോളറാണ്. അപ്പോൾ അത് 1 കോടി രൂപയ്ക്ക് മുകളിലായി എന്നുള്ളതാണ്. അത് ഇനിയും കൂടും. ഇതിൻ്റെ ഒരു ഹാഫിംഗ് പ്രോഗ്രാം ഉണ്ട് ഓരോ 4 വർഷം കൂടുമ്പോൾ. ഇപ്പോൾ ഇനിയിപ്പോൾ 2024 കഴിഞ്ഞു, 2028 അത് വരുന്നത്. ആ സമയത്ത് വീണ്ടും ഇതിൻ്റെ വാല്യൂ കൂടും. അതിനിടയിൽ കൂടുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു മെഷറാണ്. ഇത് ആദ്യത്തെ കോയിൻ അല്ലെങ്കിൽ കറൻസി എന്നുള്ള രീതിയിൽ ഇതൊരു ഏകകമായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കറൻസികൾ വളരുക. ഇത് ശരിക്കും 2008 മുതലുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അത് പ്രായോഗികമല്ലായിരുന്നു. ഇന്ത്യയിൽ ആക്ച്വലി റിയലി സ്പീക്കിംഗ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ. അമേരിക്ക 2ാം സ്ഥാനത്ത് വരത്തേ ഉള്ളൂ എണ്ണത്തിൽ. എന്നാൽ വോളിയത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയാണ് മുന്നിൽ. ഇപ്പം ജനസംഖ്യ കൂടി ഇരിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കാർ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്വീകാര്യതയും കൂടി വരുന്നുണ്ട്. ഇപ്പം നിയമപരമായി പറയുകയാണെങ്കിൽ ഇതിനൊരു നിയമനിർമ്മാണം നടക്കേണ്ടത് നിയമനിർമ്മാണ സഭകളിലാണ്. അവിടെ ഒരു ബില്ല് ആയിട്ട് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് പാസ്സായി വരികയോ ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെയും ക്രിപ്റ്റോയെ ഒരു അസറ്റായിട്ട് പ്രഖ്യാപിക്കുകയും അതിന് ടാക്സ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 18% ടാക്സ്. 2 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. യെസ്, ഇതൊരു അസറ്റാണ്, ഒരു ഡിജിറ്റൽ അസറ്റാണ്. ചോദിക്കൂ, പറയാം. അതായത് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു ഏക കറൻസി എന്നൊരു ആശയം. ഇപ്പോൾ ഇത് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആയിട്ടാണ് വരിക പല കാര്യങ്ങൾക്കുള്ള. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ, ഉദാഹരണമായിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു പറയുമ്പോൾ ആ രാജ്യവുമായിട്ട് ഇടപാടുകൾ നടത്താൻ മറ്റു രാജ്യങ്ങൾ മടിക്കും. അപ്പോൾ മടിക്കുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഉപരോധത്തിലിപ്പോൾ അവരെ, ഉദാഹരണം ഇറാനോ ഇറാഖോ പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്നു. ആ ക്രൂഡ് ഓയിൽ വിറ്റാൽ മാത്രമാണ് അവർക്ക് ജീവിക്കാൻ സാധിക്കുക. ബാക്കി സാധനങ്ങളൊക്കെ വേറെ അവിടെ നിന്നൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ നമ്മൾ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ അവരെ ഇടപാട് നടത്താനായിട്ട് അവർ മടിക്കും. കാര്യം അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് ഇനി പ്രശ്നങ്ങളിൽ പോകണ്ട എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന് ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി സ്വീകരിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട്, അവരുമായിട്ട് ഇടപാട് നടത്താം. ഇപ്പോൾ ഇടപാട് നടത്തുമ്പോൾ ചില ഈ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുമുണ്ട് സാധാരണ കറൻസി വെച്ചിട്ട് ഇടപാട് നടത്തുമ്പോൾ. ഇപ്പോൾ ഇറാനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറൻസിയുടെ വാല്യൂ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കുറേ അധികം ക്രൂഡ് ഓയിൽ വേണം. ഒരുപക്ഷെ അത്രയും വലിയ കപ്പലുകളിൽ അവരുടെ കറൻസിയായിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഡോളർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡോളറിലാണ് വ്യാപാരം നടക്കുക, അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അവരുടെ കറൻസിയിൽ നടത്തുമ്പോൾ വാല്യൂ കുറവായതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ ബിറ്റ് കോയിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൊടുത്താൽ അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അതേ ക്രിപ്റ്റോ കറൻസി കൊടുത്തിട്ട് മറ്റു രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പച്ചക്കറിയോ മറ്റ് പാലുൽപ്പന്നങ്ങളോ മറ്റൊക്കെ വാങ്ങാൻ സാധിക്കും. എന്തുകൊണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവമില്ല? ഇന്ത്യയിൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ച ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസി സംവിധാനമുണ്ട്. അത് പോളിഗൺ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അത് പക്ഷേ ഇന്ത്യയിലല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൈവറ്റായിട്ട് ഇന്ത്യയിൽ ആയിട്ടുള്ള വ്യക്തികൾ, പ്രൈവറ്റായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജികൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഓരോ മേഖലകളിലും ഗവൺമെൻറ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഇപ്പോഴത്തെ പോളിസി പ്രകാരം ആത്മനിർഭരൻ ഭാരത് എന്ന് പറയുന്ന ഒരു അതെ അതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലുള്ള കമ്പനികളെ, സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ
ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്. ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണത്. ശരി. അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം? അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വളരെ കഴിവുള്ള ഒരു കൂട്ടം ടെക്നോളജിസ്റ്റുകൾ ചേർന്നിട്ട് വളരെ സമയമെടുത്തുകൊണ്ട് പല പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരണം ഈ ഒരു തലത്തിലേക്ക്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം എല്ലാവിധമായിട്ടുള്ള റെഗുലേഷൻസും അല്ലെങ്കിൽ ലൈസൻസും ഒക്കെ എടുത്തിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതിൻ്റെ പേര് MST എന്നാണ്. MST. ഇന്ത്യയിലുണ്ട്. അത് പിന്നെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഒരു ഫസ്റ്റ് ഇൻഡിജിനിയസ് ബ്ലോക്ക് ചെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇൻഡിജിനിയസ് എന്ന് പറയാൻ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഇത് ഒരു പക്ഷേ നമ്മളെ ക്രിപ്റ്റോ ഒക്കെ പോലെ അതേ കാറ്റഗറിയിൽ വരാൻ പോകുന്ന ഒരു സാധനമാണ്. യെസ്, അതിന് MST എന്ന് പറയുമ്പോൾ ഒരു വിശാലമായൊരു ബ്ലോക്ക് ചെയിൻ ആണ്. ഇപ്പം ബ്ലോക്ക് ചെയിനെ കുറിച്ച് കൂടുതൽ കമ്പയർ ചെയ്ത് പറയേണ്ടി വരും. ആ ഒരു ശരിക്കും ഇപ്പൊ നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതെന്നുള്ളത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വന്നാലും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ടെറി ഇവിടെ നിന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. ബാക്കി ഡീറ്റെയിൽ അതിലൂടെ സംസാരിക്കാവുന്നതാണ്. അപ്പം ശരിക്കും ഞങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ വീണ്ടും വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു സത്യസന്ധമായ കാര്യമാണ്. എനിക്കിതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊന്നും അറിയില്ല. ടെറിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന്. തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ട് ഞാൻ ഇതിലൊരു ഷെയർ എടുക്കാൻ തീരുമാനിച്ചു. അത് പേഴ്സണലി ജസ്റ്റ് നമുക്ക് അറിയണമല്ലോ, പഠിക്കുകയും വേണം. അപ്പം ഞാൻ ഇന്ന് തന്നെ അതിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.